എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 17-18 ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. 17 മഞ്ജുഭാഷിണി, 18 ശങ്കരചരിതം എന്ന വൃത്തത്തിലുമാണ്. മമ ചേതസി സ്ഫുരതു വല്ലവീ വിഭോർമണിനൂപുരപ്രണയി മഞ്ജുഷിഞ്ചിതം കമലാവനേ ചരകളിന്ദകന്യകാകളഹംസകണ്ഠകളകൂജിതാധൃതം. കഴിഞ്ഞ ശ്ലോകത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാലിൽ മണിനൂപുരമിട്ട് തെരുവീഥികളിൽ കൂടി നടക്കുന്ന കണ്ണനെ നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ ഭഗവാൻ ഈ സുന്ദരികളായ ഗോപസ്ത്രീകളാൽ മോഹിക്കപ്പെട്ടവനെ, കാലിൽ മണിനൂപുരവും ധരിച്ച് തെരുവീഥികളിൽ കൂടി നടക്കുന്ന കണ്ണനെ കണ്ടിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഗോപസ്ത്രീകളൊക്കെ അങ്ങനെ മോഹിച്ച് നിൽക്കൂത്രേ. ആ പാദത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദവും പിന്നെ അതിസുന്ദരനായ ഭഗവാനെയും കണ്ട് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിൽ വരുന്ന ചിന്തയാണ് ഇതിൽ പറയണത്. താമര അവരുടെ ഭാവന, അതല്ലെങ്കിൽ സ്വാമിയാരുടെ ഭാവന നോക്കൂ. താമര കൊണ്ട് നിറഞ്ഞ ഒരു കാട്, ആ കാട്ടിൽ കൂടി നീല നിറത്തിൽ, യമുനാ നദിക്ക് നീല നിറമാണല്ലോ, നീല നിറത്തിൽ യമുനാ നദി അങ്ങനെ ഒഴുകുന്നു. പിന്നെ ആ യമുനയിൽ അതിഭംഗിയുള്ള വെളുത്ത രാജഹംസങ്ങൾ നീന്തിക്കളിച്ച് നല്ല മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നത് പോലെയൊക്കെ തോന്നും അത്രേ. പിന്നെ അതെങ്ങനെയാണ്? താമര കൊണ്ട് നിറഞ്ഞ കാട്, ആ കാട്ടിൽ നീല യമുന ഒഴുകുന്നു. ആ യമുനയിൽ രാജഹംസങ്ങൾ നീന്തിക്കളിച്ച് ശബ്ദങ്ങൾ നല്ല മനോഹരമായ കർണാനന്ദകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നത് പോലെയൊക്കെ തോന്നും അത്രേ. അതല്ലാതെ വേറൊരു രീതിയിലും ഇതിൻ്റെ അർത്ഥം പറയാം. കമലാവനേചര എന്നാണല്ലോ ശ്ലോകത്തിൽ പറയണത്. അതിനെ കളഹംസത്തിൻ്റെ വിശേഷണമായിട്ടും സ്വീകരിക്കാം. ഭഗവാന്റെ ദേഹം മേഘവർണ്ണമാണ്, നീലവർണ്ണൻ എന്നൊക്കെയാണല്ലോ നമ്മൾ പറയണത്. മേഘത്തിൻ്റെ നിറമാണ് ഭഗവാന്റെ ദേഹത്തിന് എന്ന് പ്രസിദ്ധമാണല്ലോ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ ധരിച്ചിരിക്കുന്ന ചെലമ്പുകളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഇങ്ങനെ അങ്ങനെ നടക്കുമ്പോൾ ആ ചെലമ്പിൻ്റെ ശബ്ദം ചിൽ കേൾക്കുമല്ലോ. അപ്പോൾ ആ ശബ്ദം ശ്രവിച്ചുകൊണ്ട് നീല യമുനാ നദിയിലൊരു താമരപ്പൂ അങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുന്നതുപോലെയും പിന്നെ അതിൽ ആ നീല യമുനയിൽ ഒരു കളഹംസം നീന്തി കളിക്കണതായിട്ടും അതിങ്ങനെ മനോഹരമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതായിട്ടും ഒക്കെ വിചാരിച്ച് ജനങ്ങളിങ്ങനെ അത്ഭുതപരവശരായി ഇങ്ങനെ നിൽക്കൂത്രേ. അങ്ങനെയും ഒരർത്ഥം പറയാം. അപ്പോൾ ആ മനോഹരമായ മഞ്ജുഷിഞ്ചിതം എന്നാണ്. മനോഹരമായ ആ മഞ്ജുഷിഞ്ചിതം എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ മനസ്സിലിങ്ങനെ കേൾക്കുമാറാവണേ, അല്ലെങ്കിൽ വിളങ്ങുമാറാകണേ എന്ന് സ്വാമിയാർ പ്രാർത്ഥിക്കുന്നു ഈ ഒരു ശ്ലോകത്തിൽ. അതിൻ്റെ പരിഭാഷ: യമുനാതടത്തിൽ വിടരുന്ന താമരയ്ക്കരികെ ചരിക്കുമരയന്ന കൂജനം സമമായുണർന്ന മണിനൂപുരധ്വനിയുയരേണമെൻ്റെ ഹൃദയേ അനാരതം. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. ആ ഭഗവാന്റെ കാലിലെ മണിനൂപുരധ്വനി നമ്മുടെ മനസ്സിലിങ്ങനെ ആ ഭഗവാൻ ഇങ്ങനെ തെരുവീഥികളിൽ കൂടി നടക്കണതും ആ കാലിലെ ചിലമ്പ് ഇങ്ങനെ ശബ്ദിക്കണതും ഓടക്കുഴൽ വിളിച്ച് അങ്ങനെ നടക്കണതും ഒക്കെ നമുക്കും വിചാരിച്ച് നമുക്കും ഭഗവാനെ മനസ്സിലിങ്ങനെ കുടിയിരുത്താം, ആ ഒരു ഭഗവാനെ. ഇനി 18-ാമത്തെ ശ്ലോകം.
തരുണാരുണ കരുണാമയ വിപുലായ തനയനം കമലാകുചകലശീഭര വിപുലീകൃതഹൃദയം മുരളീരവതരളീകൃതമുനിമാനസനളിനം മമ ഖേലതു മൃദുചേതസി മധുരാധരമമൃതം. കണ്ണൻ്റെ കണ്ണുകൾ എങ്ങനെയുള്ളതാ? നീലത്താമരയുടെ ഇതളുകൾ പോലെ നീണ്ട് വിടർന്ന് വിശാലമാണ്, വലിയ കണ്ണ്. അങ്ങനെയുള്ള ഭഗവാന്റെ നേത്രം കണ്ണ് അത്ര വിശാലമാണ് എന്ന് മാത്രമല്ല, കാരുണ്യം രസം കൊണ്ട് ആർദ്രങ്ങളാണ് ഭഗവാന്റെ കണ്ണുകൾ. ഭക്തന്മാരോടുള്ള കാരുണ്യം കൊണ്ട് ആർദ്രങ്ങളാണ് എപ്പോഴും. പിന്നെ രുക്മിണി ദേവിയെ എന്നല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ എന്നും വിചാരിക്കാം. ലക്ഷ്മി ദേവിയെ പുണർന്നപ്പോഴുള്ള ആനന്ദ നിമിത്തം വക്ഷസ്ഥലം കോൾമയിർ കൊണ്ടതാണത്രേ എപ്പോഴും. പിന്നെ ധ്യാനനിരതരായ മുനിമാരുടെ ഹൃദയകമലങ്ങളെ ചലിപ്പിക്കുവാൻ ശക്തിയുള്ളതാണത്രേ ഭഗവാന്റെ വേണുനാദം. വേണുനാദത്തെപ്പറ്റി നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഓരോ ശ്ലോകത്തിലും വേണുനാദത്തിനെ പറ്റി അങ്ങനെ പറയുന്നുണ്ട് സ്വാമിയാർ. എല്ലാവരുടെ മനസ്സിലും ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവയ്ക്കും ഒക്കെ ആ വേണുനാദം ഒരു ഹരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പശുക്കളൊക്കെ പുല്ലൊന്നും തിന്നാതെ അങ്ങനെ നിൽക്കുന്നൊക്കെ നമ്മൾ മുമ്പ് കേട്ടു അല്ലേ. ആ വേണുനാദം അങ്ങനെ ധ്യാനിച്ച് ഒന്നും അറിയാതെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നവരുടെ മനസ്സിലും ആ വേണുനാദം അവരുടെ മനസ്സിനെയും ചലിപ്പിക്കും എന്നാണ് പറയണേ. അങ്ങനെ വേണു ഊതുന്ന അധരങ്ങൾക്ക് അമൃതിനേക്കാളും മധുരാണ് എന്നും പറയുന്നു. ഇങ്ങനെയെല്ലാം ശോഭിക്കുന്ന ഭഗവാൻ ഭക്തിപരവശനായ എൻ്റെ മനസ്സിലും വിളയാടണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ സ്വാമിയാരുടെ പ്രാർത്ഥന. അതിൻ്റെ പരിഭാഷ: അരുണാഭയിൽ വിടരുന്നൊരു കരുണാമയ നയനം മലർമങ്കയോടൊളി തൂകിടുമതിമോഹന ഹൃദയം മുനിമാരുടെ ദൃഢമാനസമിളകും കുഴൽ നിനദം സ്ഫുടമാക്കിടുമധരം മമ ഹൃദി ചേരുക മധുരം. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം കാണുന്നത് വരെ നമസ്കാരം.